ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന 5 കൊല്ലം പെൻഷനായിട്ട് ആകെ ചെലവഴിച്ച തുക 9,011 കോടി. 9,011 കോടി 5 കൊല്ലം. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിപ്പോൾ 7.5 കൊല്ലമായി. 7.5 കൊല്ലം കൊണ്ട് ചെലവഴിച്ച തുക എത്രയാണ്? 57,603 കോടി. അതായത് 5 കൊല്ലം ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ചെലവഴിച്ചതിൻ്റെ 6.5 ഇരട്ടി തുക 57,603 കോടി രൂപ പെൻഷനായി കേരളത്തിലെ ജനങ്ങളുടെ കയ്യിലെത്തിച്ചൊരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്നത്. ചെറിയ കാര്യമല്ല അത്. ഇപ്പൊ ഈ കഴിഞ്ഞ ഓണക്കാലത്ത് നിങ്ങളെല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത്തരം പ്രചരണം നിരന്തരം വരുന്നത് കൊണ്ട് എല്ലാം ചിലപ്പോൾ ഓർത്തു വെക്കണമെന്നില്ല. പക്ഷെ ഓണക്കാലത്ത് വന്നൊരു പ്രചരണം എന്താ? ഇത്തവണത്തെ ഓണം വറുതിയുടെ ഓണമായിരിക്കും. കാണം വിറ്റാലും ഓണം ഉണ്ണാൻ കഴിയില്ല, ദുരിതത്തിന്റെ ഓണമാണ് വരാനിരിക്കുന്നത് എന്ന് നമ്മുടെ മാധ്യമങ്ങളെല്ലാം സംഘടിതമായിട്ടുള്ള പ്രചരണം അഴിച്ചുവിട്ടു. പക്ഷെ എന്തായിരുന്നു അനുഭവം? പെൻഷനായും അതുപോലെ അലവൻസുകളായും ഉത്സവബത്തയായും എല്ലാം ഓണക്കാലത്ത് സർക്കാർ ആളുകളുടെ കയ്യിലെത്തിച്ചത് 18,000 കോടി രൂപയാണ്. 18,000 കോടി രൂപ. അതിന്റെ ഫലം എന്തായിരുന്നു? വറുതിയുടെ ഓണം പ്രതീക്ഷിച്ചിരുന്നവരെ എല്ലാം നിരാശരാക്കിക്കൊണ്ട്, ദുരിതം പിടിച്ചൊരോണം ഉണ്ടാകും എന്ന് കരുതി സന്തോഷിച്ചിരുന്നവരെ എല്ലാം നിരാശരാക്കിക്കൊണ്ട് ഓണം സമൃദ്ധിയുടെ ഓണമായിട്ട് മാറി. റെക്കോർഡ് വിൽപ്പനയല്ലേ എല്ലാത്തിലുണ്ടായത്? സപ്ലൈകോയുടെ ഓണച്ചന്തകളിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രവചിച്ചവരാണ്. പക്ഷേ സപ്ലൈകോയ്ക്ക് ചരിത്രത്തിൽ ഏറ്റവും വലിയ വിൽപ്പന ഈ ഓണക്കാലത്താണ് ഉണ്ടായത്. ചരിത്രത്തിലെ റെക്കോർഡ് വിൽപ്പന സപ്ലൈകോയ്ക്ക്. സപ്ലൈകോയുടെ 1,500-ലധികം ഓണച്ചന്തകളുണ്ടായി. കുടുംബശ്രീയുടെ 1,083 ഓണച്ചന്തകളുണ്ടായി. കുടുംബശ്രീയുടെ കൂടി ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ കണക്കുകൾ നോക്കിയപ്പോൾ കുടുംബശ്രീക്കും റെക്കോർഡ് വിൽപ്പനയാണ് ഉണ്ടായിട്ടുള്ളത്. കൃഷിവകുപ്പിന്റെ ഓണച്ചന്തകളുണ്ടായി, അതിനും റെക്കോർഡ് വിൽപ്പന. മിൽമയ്ക്ക് റെക്കോർഡ് വിൽപ്പന. പിന്നെ ബിവറേജസിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല. ബിവറേജസ് എല്ലാ റെക്കോർഡും തകർത്തു ഇത്തവണ. ബെവ്കോ എങ്ങനെയാണ് വറുതിയുടെ ഓണം എന്ന് പറഞ്ഞത് സമൃദ്ധിയുടെ ഓണമായി മാറിയത്? 18,000 കോടി രൂപ ആളുകളുടെ കയ്യിൽ ഈ ഗവൺമെന്റ് എത്തിച്ചത് കൊണ്ടാണ്. ക്രിസ്മസ് വരാനിരിക്കുകയാണ്. ക്രിസ്മസിനും സമാനമായിട്ടുള്ള ഇടപെടലാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. അതിനുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തു കഴിഞ്ഞു, മുന്നൊരുക്കങ്ങളായി കഴിഞ്ഞു. അപ്പൊ ഒരു ഭാഗത്ത് തെറ്റായ പ്രചരണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയ പ്രതിസന്ധികളുടെ നടുവിലും ഈ ഗവൺമെന്റ് എങ്ങനെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് 9,011 കോടി രൂപ 5 കൊല്ലം കൊണ്ട് ചെലവഴിച്ച ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് 7.5 കൊല്ലം കൊണ്ട് 57,603 കോടി രൂപ പെൻഷനായിട്ട് ആളുകളുടെ കയ്യിലെത്തിച്ച ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ്. താരതമ്യം ചെയ്യാനുള്ള കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇനി കേന്ദ്ര ഗവൺമെന്റ് എത്ര പെൻഷൻ കൊടുക്കുന്നതെന്ന് കൂടി ഓർക്കണം കേട്ടോ. നമുക്ക് ഈ 1,600 കിട്ടുന്നത് കൊണ്ട് 1 മാസോ 2 മാസോ വൈകിപ്പോയാൽ വലിയ പ്രതിഷേധവും ക്ഷോഭവും ഒക്കെ ചിലർക്ക് വരികയാണ്. ചിലർ ബോധപൂർവം ഉണ്ടാക്കുകയാണ്. 18 മാസം 600 മാത്രം ഉണ്ടായിരുന്ന കാലത്ത് മുടങ്ങിയപ്പോൾ കാണാത്ത പ്രതിഷേധം ഇപ്പോ ഉണ്ടാക്കാനാണ് ശ്രമം. കേന്ദ്രം എത്രയാ കൊടുക്കുന്നത്? കേന്ദ്ര സർക്കാർ ആകെ കേരളത്തിൽ കേന്ദ്രത്തിന്റെ പെൻഷൻ കിട്ടുന്നത് 5,88,000 പേർക്കാണ്. കേരളം കൊടുക്കുന്നത് 64 ലക്ഷം പേർക്കാണ്. ഇനി 5,88,000 പേർക്ക് എത്രയാ കൊടുക്കുന്നത്? അഗതികൾക്ക് മാസം 200, വിധവകൾക്ക് 300, 80 വയസ്സ് കഴിഞ്ഞാൽ 500. അതായത് കേന്ദ്രത്തിൽ നിന്നൊരു 500 റുപ്യ കയ്യിൽ കിട്ടണമെങ്കിൽ വിധവയാവണം, 80 വയസ്സും കഴിയണം, എന്നാലേ 500 രൂപ കിട്ടൂ. അതായത് കേന്ദ്രം കൊടുക്കുന്ന മിനിമം പെൻഷൻ 200, മാക്സിമം പെൻഷൻ 500. കേരളം കൊടുക്കുന്ന മിനിമം പെൻഷൻ കേന്ദ്രം കൊടുക്കുന്ന പരമാവധി പെൻഷന്റെ 2 ഇരട്ടിയിലധികം. ഇനി ഈ പെൻഷൻ കേന്ദ്രത്തിന്റെ തുച്ഛമായ വിഹിതം വെറും 5,88,000 പേർക്കുള്ളത് കേരളത്തിന് സമയത്ത് തരുന്നുണ്ടോ? 2.5 കൊല്ലം കേരളത്തിന് നൽകിയില്ല ഈ തുക. 2.5 കൊല്ലം. സെപ്റ്റംബർ മാസത്തിൽ
ഞാൻ പോയി കേന്ദ്രമന്ത്രിയെ കണ്ടു, ഞങ്ങൾ ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടി പോയി കണ്ടു. 2021 ജനുവരി മുതൽ 2023 ജൂൺ വരെ കേരളം ഈ പൈസ എടുത്തു കൊടുത്തു. തുച്ഛമാണെങ്കിലും കേരളം എടുത്തു കൊടുത്തു. അവർ തരുന്ന വിഹിതം കൂടി നമ്മൾ കൂട്ടിക്കൊടുത്തു. പക്ഷേ ഇങ്ങോട്ട് തന്നില്ല. ആ പൈസ ചോദിച്ചപ്പോ ഒരു മറുപടിയും പറയാനില്ല. ഇപ്പൊ ചിലര് പറയാണല്ലോ കേന്ദ്രത്തിൽ നിന്ന് തരാത്തത് കണക്ക് കിട്ടാത്തത് കൊണ്ടാണ് എന്നാണ്. ഞങ്ങൾ ചോദിച്ചു പോയിട്ട് എന്തുകൊണ്ടാണ് തരാത്തത്? എല്ലാ കണക്കും കൃത്യമായി തന്നതാണല്ലോ, 2.5 കൊല്ലമായിട്ട് തരുന്നില്ലല്ലോ. മറുപടി പറയാനില്ല. അവസാനം ഈ ഒക്ടോബർ മാസത്തിൽ സെപ്റ്റംബറിൽ പോയി ചോദിച്ചപ്പോ ഗത്യന്തരമില്ലാതെ വന്നപ്പോ ഒക്ടോബറിൽ ജൂൺ വരെയുള്ള കുടിശ്ശിക 602 കോടി അനുവദിച്ചു. പക്ഷെ അതിനുശേഷം ഇപ്പോഴും കുടിശ്ശിക നിൽക്കുകയാണ്. ജൂൺ മുതലുള്ള കുടിശ്ശിക ഇപ്പോഴും നിൽക്കുകയാണ്. കേന്ദ്രം തരുന്നുണ്ടോ തരുന്നില്ലയോ എന്ന് കേരളം കാത്തിരിക്കുന്നില്ല. കേന്ദ്രത്തിന്റെ 200 എങ്കിൽ 200 അതുകൂടി നമ്മളെടുത്ത് കൊടുക്കുകയാണിപ്പോ. ഈ വസ്തുതയൊന്നും പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നില്ല, മാധ്യമങ്ങളിട്ട് പറയാറുമില്ല. ഇതാണ് പെൻഷന്റെ കഥയെങ്കിൽ ഇനി വീടിന്റെ കാര്യമെടുക്കാം. ലൈഫ് പദ്ധതി ഇന്ത്യയിൽ എവിടെയെങ്കിലും വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാനുള്ള പദ്ധതി നടപ്പാക്കുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കേരളം എത്രയാണ് ലൈഫിനൊരു ഗുണഭോക്താവിന് കൊടുക്കുന്നത്? 4 ലക്ഷം രൂപയാണ്. ഇനി വനത്തിനുള്ളിലാണെങ്കിലോ 6 ലക്ഷം രൂപയാണ്. എന്റെ ചോദ്യം, ഇന്ത്യയിൽ കേരളത്തിലല്ലാതെ മറ്റെവിടെയാണ് വീട് വെക്കുന്നതിന് ഒരു ഗുണഭോക്താവിന് 4 ലക്ഷം രൂപ കൊടുക്കുന്നത്? എവിടെയാണ് കൊടുക്കുന്നത്? ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ പേര് പറയാനാവുമോ? കേന്ദ്രം എത്ര കൊടുക്കുന്നറിയാമോ? കേന്ദ്രം കൊടുക്കുന്നത് വെറും 72,000 രൂപ പഞ്ചായത്തിൽ, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ 1.5 ലക്ഷം രൂപ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ 72,000 കൊണ്ട് പഞ്ചായത്തിലും 1.5 ലക്ഷം കൊണ്ട് മുനിസിപ്പാലിറ്റിയിലും ഒരു വീട് വെക്കാനാവുമോ? കോഴിക്കോട് വെക്കാൻ തികയുമോ? ഒരു ശൗചാലയം ഉണ്ടാക്കാൻ തികയുമോ? തുച്ഛമായ പൈസയാണ് കേന്ദ്രം കൊടുക്കുന്നത്. അതും എത്ര പേർക്കാ കൊടുക്കുന്നത്? വളരെ കുറച്ച് പേർക്കാ കൊടുക്കുന്നത്. 72,000 രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെ കിട്ടിയത് കേരളത്തിൽ വെറും 32,171 പേർക്കാണ്. 32,171 പേർക്ക്. നമ്മൾ 4 ലക്ഷം കൊടുത്തത് എത്ര പേർക്കാണ്? 4,82,733 പേർക്കാണ്. 4,82,733 പേർക്ക് കേരളം കൊടുത്തത് 4 ലക്ഷം. കേന്ദ്ര ഗവൺമെന്റ് 72,000 കൊടുത്തത് 32,171 പേർക്ക്. 1.5 ലക്ഷം കൊടുത്തത് 79,860 പേർക്ക്. എല്ലാം കൂടി ചേർത്താൽ കേന്ദ്രത്തിന്റെ തുച്ഛമായ വിഹിതം കിട്ടിയത് 1,12,000 പേർക്ക്. നമ്മുടെ 4 ലക്ഷം കിട്ടിയത് 4,82,733 പേർക്ക്. ഈ കണക്കുകളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഈ നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നത്. കാരണം ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ ജനങ്ങളോട് പറയാത്ത കണക്കാണ്. അറിയാത്തത് കൊണ്ടല്ല, ജനമറിയരുത് എന്നവർക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ്. നേരറിയാൻ പാടില്ല ജനങ്ങൾ എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് ഈ കണക്കുകളൊന്നും മാധ്യമങ്ങൾ പറയില്ല. പിന്നെന്താ മാർഗം? നേരിട്ട് നിങ്ങളോട് വരിക, നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ കണക്കുകൾ പറയുക. ഈ കണക്കുകൾ ഏതെങ്കിലും ഒന്ന് ശരിയല്ലെന്ന് വെല്ലുവിളിക്കാൻ, നിഷേധിക്കാൻ, ഇതിനെ ചോദ്യം ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങൾക്കോ കേന്ദ്ര സർക്കാരിനോ കഴിയുമോ? ഇതാണ് യാഥാർത്ഥ്യം. നമ്മൾ ചെലവഴിച്ച തുക എത്രയാണെന്നറിയാമോ? വീട് കൊടുക്കാൻ വേണ്ടി കേരളം ചെലവഴിച്ച തുക 13,736.6 കോടി രൂപ. 13,736.6 കോടി രൂപ കൊടുത്തു. വീട് വെക്കാൻ വേണ്ടി കേരളത്തിൽ നടപ്പാക്കിയ ലൈഫിന്റെ 86% സംസ്ഥാനം വഹിച്ചു. 14% മാത്രമാണ് ആരുടെ വിഹിതം? കേന്ദ്രത്തിന്റെ വിഹിതം. ആ കേന്ദ്ര ഗവൺമെന്റ് പറയുകയാണ്, വെറും 14% മാത്രം തന്ന കേന്ദ്ര ഗവൺമെന്റ് പറയുകയാണ്, വീടൊക്കെ പണി കഴിയുമ്പോൾ സംസ്ഥാനം ഒരു കാര്യം ഉറപ്പുവരുത്തണം, എല്ലാ വീട്ടിലും ഒരു ലോഗോയും പ്രധാനമന്ത്രിയുടെ ചിത്രവും വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം. എന്നിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം കേന്ദ്രത്തിന്റെ സൈറ്റിൽ. വെറും 14% പൈസ തന്ന കേന്ദ്രം പറയുന്നു പ്രധാനമന്ത്രിയുടെ ചിത്രം എവിടെ വേണം? വീടിൽ ഒട്ടിക്കണം. കേരളം പറഞ്ഞു 4 ലക്ഷം മുതൽ 6 ലക്ഷം വരെ കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം. പക്ഷെ കേരളത്തിലെ ഗവൺമെന്റ് ഇന്ന് വരെ ഈ അല്പത്വം പറഞ്ഞിട്ടില്ല ജനങ്ങളോട്.
മുഖ്യമന്ത്രിയുടെ ചിത്രം വീട്ടിലൊട്ടിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ടില്ല. എന്താ കാരണമെന്നറിയാമോ? ആ വീട്ടിൽ കഴിയുന്ന ഓരോ മനുഷ്യനും അന്തസ്സും ആത്മാഭിമാനവുമുണ്ട് എന്ന് കരുതുകയും ആ മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് വില കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ LDF സർക്കാർ എന്നതുകൊണ്ടാണ്. അവിടെ കൊണ്ടുപോയിട്ട് മുഖ്യമന്ത്രിയുടെ ചിത്രം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം ഒട്ടിച്ചു വെച്ചാൽ അവിടെ കഴിയുന്നവരുടെ മനോഭാവം എന്തായിരിക്കും? ദാനം കിട്ടിയ വീട്ടിൽ കഴിയുന്നവരാണെന്ന അപകർഷതയായിരിക്കും അവർക്കുണ്ടാവുക. ഔദാര്യമായി കിട്ടിയ ഒരു വീട്ടിൽ കഴിയുന്നവർ എന്ന അധമ ചിന്തയായിരിക്കും അവർക്കുണ്ടാവുക. തലയുയർത്തി സ്വന്തം വീട്ടിൽ കഴിയുന്നവരെന്ന് ആത്മാഭിമാനം ഉണ്ടാകുമോ? ആ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്താൻ പാടില്ല എന്നതുകൊണ്ടാണ് LDF സർക്കാർ തീരുമാനിച്ചു, ഉത്തരവിറക്കി, ലൈഫ് പദ്ധതിയിൽ കൊടുത്തിട്ടുള്ള ഒരു വീട്ടിലും ഒരു ലോഗോയോ ഇത് സർക്കാരിന്റെ സൗജന്യമാണ് എന്നറിയിക്കുന്ന ഒരു ചിഹ്നമോ ഒട്ടിക്കാൻ പാടില്ല എന്ന് നാം ഉത്തരവ് കൊടുത്തു. കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത് എന്താണ്? എല്ലായിടത്തും പ്രധാനമന്ത്രിയുടെ ചിത്രം ഒട്ടിച്ചേ നിങ്ങൾക്കിനി കാശ് തരൂ എന്ന ഉത്തരവിറക്കി. രണ്ട് ഗവൺമെന്റുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. എന്താണ് നവകേരളം എന്നും എന്താണ് ഇടതുപക്ഷ ബദൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെയാണ് ഇടതുപക്ഷ ബദൽ. മനുഷ്യന്റെ അന്തസ്സിന് ആത്മാഭിമാനത്തിന് വില കൽപ്പിക്കുന്നതിനെയാണ് ഇടതുപക്ഷ ബദൽ എന്ന് പറയുന്നത്. ഞങ്ങൾ 4 ലക്ഷം തന്നതല്ലേ, അതുകൊണ്ട് വലിയൊരു ചിത്രം മുഖ്യമന്ത്രിയുടെ ഒട്ടിച്ചു വെക്കണം എന്ന് പറയുന്ന അല്പത്തം കാണിക്കാത്ത ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ്. അപ്പൊ പെൻഷൻ, വീട്, തൊഴിലിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. എന്താണ് കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ്, പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ പ്രചരണം ഓർക്കുന്നുണ്ടോ? PSC നിയമനം നടക്കുന്നില്ല എന്നാണ് പ്രചരണം. ഇപ്പൊ ശ്രീമതി ജെ ചിഞ്ചുറാണി ഇവിടെ ഒരു കണക്ക് പറഞ്ഞു. പക്ഷെ കണക്ക് എവിടെ നിന്നുള്ളതാന്ന് പറഞ്ഞില്ല. അതുകൂടി പറഞ്ഞാലേ ശരിയാവൂ. ഒരു കണക്ക് പറഞ്ഞു. അവർ പ്രസംഗം പെട്ടെന്ന് ചുരുക്കിയത് കൊണ്ടാണ് അത് പറയാതിരുന്നത്. കണക്ക് ആരുടേതാണെന്നറിയാമോ? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കണക്കാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ 2 ആഴ്ച മുമ്പ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ആ റിപ്പോർട്ടിൽ പറഞ്ഞു, ഇന്ത്യയിലാകെ 26 സംസ്ഥാനങ്ങളും കൂടി നടത്തിയ നിയമനം 19,146. 19,146. അതിൽ കേരളത്തിൽ മാത്രം നടത്തിയ നിയമനം 15,646. ഇന്ത്യയിലെ 26 സംസ്ഥാനങ്ങളും കൂടി PSC വഴി നടത്തിയത് 19,146. കേരളം മാത്രം, കൊച്ചു കേരളം മാത്രം നടത്തിയത് 15,646. ആരുടെ കണക്കാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ. കേരളത്തിലെ സർക്കാരിനെതിരെ എന്തുമാത്രം നുണപ്രചരണമാണ് PSC നിയമനം സംബന്ധിച്ച് നടന്നത്. മിണ്ടാട്ടമുണ്ടായില്ല ഈ കണക്ക് വന്നപ്പോ. പല മാധ്യമങ്ങളും ചെറുതായിട്ടാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത്. ഒരു മൂലയ്ക്കാണ് ഒതുക്കിയത്. കേരളം കഴിഞ്ഞാൽ 2ാമത് ഏറ്റവും കൂടുതൽ PSC നിയമനം നടത്തിയ സംസ്ഥാനത്തിന്റെ പേരേത്? ബംഗാൾ. എത്രയാ നടത്തിയത്? 3,605. കേരളത്തിന്റെ 3 ഇരട്ടി ജനസംഖ്യയുള്ള ബംഗാളിൽ നടത്തിയതിനേക്കാൾ 5 ഇരട്ടി കൂടുതൽ PSC നിയമനം കേരളത്തിൽ നടത്തി. നമ്മുടെ 3 ഇരട്ടിയാണ് ബംഗാളിന്റെ ജനസംഖ്യ. അവിടെ 3,605, ഇവിടെ 15,646. അവര് നടത്തിയതിന്റെ 5 ഇരട്ടി കേരളം നിയമനം നടത്തി. ഈ വസ്തുത സർക്കാരിനെ കുറ്റപ്പെടുത്തിയ മാധ്യമങ്ങൾ തമസ്കരിച്ചു, അല്ലെങ്കിൽ ആരും കാണാത്ത തരത്തിൽ വാർത്ത കൊടുത്തു, ഇല്ലേ? 7 കൊല്ലം കൊണ്ട് LDF ഗവൺമെന്റ്, ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് നടത്തിയ നിയമനം 2,22,133. 2 ലക്ഷം നിയമനം. അതേസമയം കേന്ദ്ര സർക്കാർ സർവീസിൽ എത്ര ഒഴിവാണുള്ളത്? ഈ ജൂൺ ജൂലൈ മാസത്തിൽ പാർലമെന്റിൽ കൊടുത്ത മറുപടി എന്താ? 9.64 ലക്ഷം ഒഴിവുകൾ നികത്തപ്പെടാതെ കിടക്കുന്നു കേന്ദ്ര സർക്കാർ സർവീസിൽ. 9,64,000 നിയമനങ്ങൾ നടത്താതെ, ഒഴിവുകൾ കേന്ദ്ര സർക്കാർ സർവീസിൽ നികത്താതെ കിടക്കുമ്പോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനം നടത്തുന്ന സർക്കാർ കേരളത്തിലെ സർക്കാരാണ്. ഈ വസ്തുത ജനങ്ങൾ അറിയണ്ടേ? മാധ്യമങ്ങൾ പറയില്ലെങ്കിൽ പിന്നെ ജനങ്ങളെ അറിയിക്കണ്ടേ? മാധ്യമങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ 9,64,000 നിയമനങ്ങൾ, തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് കേന്ദ്ര സർക്കാർ സർവീസിലെന്ന്? പാർലമെന്റിൽ കേന്ദ്രം തന്നെ നൽകിയ മറുപടിയാണ്. കേന്ദ്രം തന്നെ നൽകിയതാണ് ഈ മറുപടി. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ മാത്രം ഇന്ത്യയിൽ ആകെ 19,000 നിയമനം നടന്നപ്പോൾ കേരളത്തിൽ മാത്രം 15,000 നിയമനം നടന്നു. മാധ്യമങ്ങൾ എങ്ങനെയാണ് മൂടിവെച്ചത് ഈ വാർത്ത?
ഇതെല്ലാം ചെയ്യുന്നൊരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിനെ ഈ വസ്തുതകളെല്ലാം മൂടിവെച്ച് നിരന്തരമായിട്ട് നുണപ്രചരണങ്ങളിലൂടെ കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുകയല്ലേ. നിയമനത്തിന്റെ പേരിൽ നടന്ന സമരങ്ങൾ ഓർമ്മയില്ലേ? ഇന്ത്യയിൽ ഏറെക്കുറെ സർക്കാർ ജോലി എന്നൊന്നും ഇല്ലാതായി. ഇപ്പോഴും സർക്കാർ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ഏക സംസ്ഥാനം കേരളമാണ്. ബാക്കി എല്ലായിടത്തും എന്താണ്? കരാർ ജോലിയാണ്. കേരളത്തിൽ മാത്രമാണ് ഈ നിയമനം നടക്കുന്നത്. അപ്പൊ അതാണ് വേറൊന്ന്. ഇനി ഒരു കാര്യം കൂടി പറയാം. തൊഴിലുറപ്പ് 20 ലക്ഷം പേര് കേരളത്തിലുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റാണ്. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയപ്പോ കേരളത്തിൽ ഒരു പ്രചരണം സാമൂഹിക മാധ്യമങ്ങളിൽ ഇന്ന് രാവിലെ കൂടി എനിക്കൊരാൾ അയച്ചു തന്നു. ഇതിനൊരു മറുപടി കൊടുക്കണം. മുമ്പൊരിക്കൽ മറുപടി കൊടുത്തതാണ്. എന്താ പ്രചരണം എന്നറിയോ? മാതൃഭൂമിയുടെ ഒരു വാർത്ത, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരേർപ്പെടുത്തി എന്നില്ല. കേരളത്തിലാണ്, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ആ വാർത്തയുടെ കൂടെ പ്രധാനമന്ത്രി കൈകൂപ്പിക്കൊണ്ട് നിൽക്കുന്ന ഒരു പടവും വെച്ച് ചേർത്ത് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും മുഴുവൻ പ്രചരണം, തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ നരേന്ദ്രമോദി സർക്കാരിന് അഭിവാദ്യങ്ങൾ. നമ്മുടെ എല്ലാം ഉള്ളംകൈയിൽ ഇത് കിട്ടുകയാണ്. ഈ വ്യാജ വാർത്ത പണം മുടക്കുന്നതാര്? കേരളം. അഭിനന്ദനം ആർക്ക് വേണം? പ്രധാനമന്ത്രിക്ക്. ആരാ പ്രചരിപ്പിക്കുന്നത്? സംഘപരിവാർ സോഷ്യൽ മീഡിയ സെല്ലാണ് ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനം മാതൃഭൂമിക്ക് തന്നെ പറയേണ്ടി വന്നു, ഈ പ്രചരണം വ്യാജ വാർത്തയാണ്, കേരള സർക്കാർ ഏർപ്പെടുത്തിയതാണ്. ഇന്ത്യ ടുഡേ വ്യാജ വാർത്തകളുടെ കൂട്ടത്തിൽ ഒന്നായിട്ട് ഇതിനെ ചൂണ്ടിക്കാണിച്ചു. കേരളം ഏർപ്പെടുത്തിയ ക്ഷേമ പദ്ധതിയെ കേന്ദ്രത്തിന്റെ പേരിൽ അവതരിപ്പിക്കുന്നു എന്നത്. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ലജ്ജയുമില്ലാതെ, ഒരു മടിയുമില്ലാതെ ഇങ്ങനെ അടിച്ചുമാറ്റൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടപ്പാക്കുന്നത് നമ്മൾ, ക്രെഡിറ്റ് എടുക്കുന്നത് കേന്ദ്രം എന്ന സ്ഥിതിയാണ്. ഇപ്പൊ ശ്രീ റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ ഇവിടെ ഉണ്ട്. ജലജീവൻ മിഷൻ നടപ്പാക്കുന്നു. ആരാണ് അതിന്റെ വിഹിതം ഏറ്റവും കൂടുതൽ എന്നറിയോ? പേര് കേട്ടാൽ തോന്നും ഇത് കേന്ദ്രത്തിന്റെ, കാരണം ഹിന്ദിയാണല്ലോ. നമ്മുടെ നാട്ടിൽ ആർക്കും അധികം പെട്ടെന്ന് മനസ്സിലാവാത്ത തരത്തിൽ പേരുകൾ, കേന്ദ്ര പദ്ധതികളുടെ പേരുകൾ മുഴുവൻ ഹിന്ദിയിൽ. ജൽ ജീവൻ മിഷൻ 55% കേരളമാണ് വഹിക്കുന്നത്, 45% കേന്ദ്രത്തിന്റെ. ജൽജീവൻ മിഷന്റെ ചെലവിന്റെ 55% നമ്മൾ വഹിക്കുന്നു, 45% കേന്ദ്രം. പക്ഷെ പ്രചരണമാരുടെ പേരിലാണ് നടക്കുന്നത്, കേന്ദ്രത്തിന്റെ പേരിലാണ് നടക്കുന്നത്. പണ്ടെങ്ങനെയായിരുന്നു? പണ്ട് 90% കേന്ദ്രം വഹിച്ചുകൊണ്ടിരുന്നതാണ്. വെട്ടിച്ചുരുക്കി ആദ്യം 75 ആക്കി, പിന്നെ 60-40 ആക്കി. ഇപ്പോ നേരെ തിരിച്ചായി. 55 നമ്മൾ കൊടുക്കണം, 45 അവർ തരും. പക്ഷെ പേരവരുടെ വെക്കണം. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ക്ഷേമ പദ്ധതികളെല്ലാം കേരളം നടപ്പാക്കി. ഇനി ക്ഷേമ പദ്ധതി മാത്രമാണോ? ക്ഷേമ പദ്ധതി മാത്രമല്ലല്ലോ. ഞാനിപ്പോ നിന്ന് സംസാരിക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരിയിലെ ഒരു കോളേജിന്റെ, SB കോളേജിന്റെ മൈതാനത്താണ്. ചങ്ങനാശ്ശേരിയിലെ പ്രസിദ്ധമായ കോളേജാണ് SB കോളേജ്. കേരളത്തിൽ, ചങ്ങനാശ്ശേരിയിൽ എന്നല്ല, കേരളത്തിലെ തന്നെ പ്രസിദ്ധമായ കോളേജുകളിലൊന്ന്. ഇന്ന് കേരളത്തിൽ LDF ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്, രണ്ടാം LDF ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് എന്തിനാ? ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പുനഃസംഘാടനത്തിന്. എന്തുകൊണ്ട്? ഇനി ലോകത്തുണ്ടാകുന്ന മാറ്റം വൈജ്ഞാനിക വിപ്ലവത്തിന്റെ മാറ്റമാണ്. വിജ്ഞാന സമ്പദ് വ്യവസ്ഥയാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിൽ കേരളത്തിന്റെ സമ്പദ്ഘടനയെ കണ്ണിചേർക്കാൻ വേണ്ടിയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പുനഃസംഘടനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അതിന്റെ ഗുണമുണ്ടായി. 2.5 കൊല്ലം കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് സർക്കാർ കൂടുതൽ പണം അനുവദിച്ചു കഴിഞ്ഞപ്പോ ഗുണമുണ്ടായി. ഈ കോട്ടയത്തെ സർവകലാശാലയിലെ MG യൂണിവേഴ്സിറ്റി, കോട്ടയത്ത് MG യൂണിവേഴ്സിറ്റി, അമേരിക്കയിലെ ടൈം മാഗസിൻ ഇന്ത്യയിലെ സർവകലാശാലകളുടെ റാങ്കിംഗ് നടത്തിയപ്പോൾ 2ാം സ്ഥാനം കിട്ടിയത്, നമ്പർ 2 ആയി റാങ്ക് ചെയ്യപ്പെട്ടത് കോട്ടയത്ത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ്. എങ്ങനെയാണ് ഈ ഉയർച്ചയുണ്ടായത്? കേരളത്തിലെ LDF സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ്. മാത്രമാണോ? ഇന്ത്യയിലെ ഏറ്റവും മികച്ച 100 സർവകലാശാലകളുടെയും കോളേജുകളുടെയും പട്ടികയിൽ കേരളത്തിൽ നിന്ന് 20 സർവകലാശാലകളും കോളേജുകളും ഇടം പിടിച്ചു. 20 എണ്ണം. 100-ൽ 20 കേരളത്തിൽ നിന്നാണെന്ന് ഓർക്കണം. 5-ൽ 1. 27 സംസ്ഥാനമുണ്ട്.
കേന്ദ്രഭരണ പ്രദേശങ്ങൾ വേറെയുണ്ട്, കേന്ദ്ര സർവകലാശാലകളുണ്ട്. ഈ സംസ്ഥാനങ്ങളിലെല്ലാം സർവകലാശാലകളും കോളേജുകളും ഉണ്ട്. നൂറുകണക്കിന് ആയിരക്കണക്കിന് കോളേജുകളുണ്ട്. ഏറ്റവും മികച്ച 100 പട്ടികയിൽ 20 കേരളത്തിൽ നിന്ന് ഇതാദ്യമായിട്ട് ഇടം പിടിച്ചത് ഇപ്പോഴാണ്. LDF സർക്കാർ നടപ്പാക്കിയ നടപടികളുടെ ഫലമായിട്ടാണ്. അവിടെയും തീരുന്നില്ല. നാക്കിന്റെ അക്രഡിറ്റേഷൻ വന്നപ്പോ A++ ഗ്രേഡ് ഏറ്റവും മികച്ച ഗ്രേഡാണ്. A+ അല്ല, A++. കേരള സർവകലാശാലയ്ക്ക് കിട്ടി A++ ഗ്രേഡ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം ഉണ്ടാവുകയാണ്. അതിനെ തകർക്കാനാണ് ഇപ്പോൾ ശ്രമം നടത്തുന്നത്. ഗവർണർ തന്നെ ആ ശ്രമത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. എന്തുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകൾ മികച്ചു നിൽക്കുന്നത് കേരളത്തിന് പുറത്തുള്ള സർവകലാശാലകളെക്കാൾ? അവിടെയെല്ലാം ഉന്നത വിദ്യാഭ്യാസ മേഖല വർഗീയവൽക്കരിക്കപ്പെട്ടു. RSSന്റെ നിയന്ത്രണത്തിലാണ് സർവകലാശാലകളെല്ലാം. അതുകൊണ്ട് അവിടുത്തെ സർവകലാശാലകൾ ചാണകത്തെക്കുറിച്ച്, പഞ്ചഗവ്യത്തെക്കുറിച്ച്, ഗോമൂത്രത്തിന്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ഗവേഷണം നടക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? കേരളത്തിൽ ഗവേഷണം നടക്കുന്നത് നാനോ ടെക്നോളജിയിൽ, ഗ്രഫീനെ കുറിച്ച് ഒക്കെയാണ് കേരളത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിൽ തറക്കല്ലിട്ടു. 1500 കോടിയാ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക. ഇന്ത്യയുടെ ഒരു ചുവട് മുമ്പിലാണ് കേരളം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക്, വിജ്ഞാന സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനുള്ള അടിത്തറ കേരളത്തിൽ LDF ഗവൺമെന്റ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിലാണ്. ഇന്ത്യയിൽ 26 സംസ്ഥാനങ്ങളിലും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉണ്ടായില്ല. എന്തുകൊണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ എവിടെയും ഉണ്ടായില്ല? എന്തുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റിന് അങ്ങനെ ചെയ്യാൻ കഴിയാതിരുന്നത്? അപ്പൊ രാജ്യം മുഴുവൻ ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പിലാണ് കേരളം ചിന്തിക്കുന്നത്. കേരളം മുമ്പേ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ആദ്യത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, അഡ്വാൻസ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് തിരുവനന്തപുരത്താണ്. ഇങ്ങനെ അത്യാധുനികമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ രാജ്യത്തിന്റെ മുൻനിരയിൽ, കേരളത്തെ ലോകത്തിന്റെ മുൻനിരയിൽ എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ലോകോത്തര നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസം ഇവിടെ തന്നെ കിട്ടാൻ കഴിഞ്ഞ പിണറായി ഗവൺമെന്റ്, ഒന്നാം LDF ഗവൺമെന്റ് ഏത് കാര്യത്തിലാണ് പ്രധാനമായി ശ്രദ്ധിച്ചത്? സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണ്. അതിന്റെ ഫലമായിട്ടോ 45,000-ത്തിലധികം ക്ലാസ് മുറികൾ ഹൈടെക്കായി മാറി, സ്മാർട്ട് ക്ലാസ് മുറികളായിട്ട് മാറി. 11,287 ലാബുകൾ ഹൈടെക്കായി സ്കൂളുകളിൽ. ലാബുകൾ ഇപ്പൊ ഞങ്ങളെല്ലാം പഠിക്കുന്ന കാലത്ത് സർക്കാർ സ്കൂളിൽ ലാബ് എന്ന് പറയുന്നുണ്ടോ? സങ്കല്പമാണ്. ഒരു ചോക്ക് കഷ്ണം എടുത്ത് അധ്യാപകൻ പറയും ഇതൊരു ടെസ്റ്റ് ട്യൂബാണെന്ന് സങ്കല്പിക്കുക. ടെസ്റ്റ് ട്യൂബ് കുട്ടികൾ കണ്ടിട്ടില്ല. ഇന്ന് ഹൈടെക് ലാബുകൾ 11,257 കേരളത്തിലെ സ്കൂളുകളിൽ വന്നു കഴിഞ്ഞു. 45,000 ക്ലാസ് മുറികളാണ് ഹൈടെക്കായിട്ട് മാറിയത്. കേരളത്തിലെ സ്കൂൾ കെട്ടിടങ്ങൾ കണ്ടാൽ അവിശ്വസനീയമാണ്. കേരളത്തിന് പുറത്തുള്ളവർക്ക് ഒരു സർക്കാർ സ്കൂളിന് ഇതുപോലെ ഇത്ര മികച്ച അടിസ്ഥാന സൗകര്യമോ, ഇത്ര മികച്ച കെട്ടിടങ്ങളോ, ഇത്ര മികച്ച സൗകര്യങ്ങളോ? അപ്പോൾ ഒന്നാം പിണറായി സർക്കാർ സ്കൂൾ വിദ്യാഭ്യാസത്തിലാണ് ശ്രദ്ധിച്ചതെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ ഊന്നൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ്. കേരളത്തിന്റെ ഗവേഷണം ഇതെല്ലാം മെച്ചപ്പെടുത്തുന്നതിലാണ് രണ്ടാം പിണറായി സർക്കാർ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. എത്തുമ്പോൾ നിർത്തും. അപ്പൊ നമ്മളെല്ലാം ആകാംക്ഷയോട് ഇപ്പൊ അങ്ങോട്ട് നോക്കിയിരിക്കണ്ട, ഇപ്പൊ എങ്ങോട്ട് നോക്കുക. മുഖ്യമന്ത്രിയും കൂട്ടരും എത്തുമ്പോൾ പ്രസംഗം നിർത്തും. അപ്പോ അല്ല, നിങ്ങളെല്ലാം ഇരുന്നാലേ ഇനി പ്രസംഗിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കാണാൻ. അവർ കൺവെർട്ട് വന്നാൽ അപ്പൊ പ്രസംഗം നിർത്തും. ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 3 പേര് നേരത്തെ വന്നിട്ടുള്ളത്. ശ്രീ റോഷിക്ക് തൊണ്ടയ്ക്ക് അല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അദ്ദേഹം ചുരുക്കി പ്രസംഗിച്ചതും ഞാൻ കുറച്ച് നീട്ടി പ്രസംഗിക്കേണ്ടി വന്നത്. അപ്പോ എങ്ങനെയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം ഉണ്ടാവുന്നത് എന്നതാണ് ചൂണ്ടിക്കാണിച്ചത്. പറഞ്ഞു തുടങ്ങിയത് ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്നാണ്. പെൻഷൻ, ലൈഫ്, തൊഴിലുറപ്പ്, ക്ഷേമനിധി, PSC നിയമനങ്ങൾ, അതെല്ലാമാണ് പറഞ്ഞു തുടങ്ങിയത്. ക്ഷേമ പ്രവർത്തനം മാത്രമല്ല, വികസന പ്രവർത്തനം. അതിൽ തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വികസനത്തിന്, ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പുനഃസംഘടനയ്ക്ക് സർക്കാർ കൊടുക്കുന്ന ഊന്നലിനെ കുറിച്ചാണ് പറഞ്ഞത്.
അവിടെ തീരുന്നുണ്ടോ? പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റമല്ലേ കേരളത്തിൽ ഉണ്ടായത്? കിഫ്ബി 86,000 കോടിയുടെ പദ്ധതികളാണ് കഴിഞ്ഞ 7 കൊല്ലം കൊണ്ട് കേരളത്തിൽ നടപ്പാക്കിയത്. 86,000 കോടി രൂപയുടെ. അതിൽ 20,000 കോടി സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരമാണ്. 66,000 കോടിയാണ് പ്രൊജക്ട് കോസ്റ്റ് എന്ന് പറയുന്നത്. എന്തെല്ലാമാണ് കിഫ്ബിയിൽ യാഥാർത്ഥ്യമായത്? നമ്മുടെ എല്ലാം മുമ്പിൽ സ്കൂളുകൾ ഉയർന്നു വന്നത്, ആശുപത്രികൾ ഉയർന്നു വന്നത്, പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ, അടിപ്പാതകൾ, ഇതെല്ലാം ഉയർന്നു വന്നത് എങ്ങനെയാണ്? കിഫ്ബി ഉപയോഗിച്ചുകൊണ്ടാണ് ഇതെല്ലാം നടപ്പാക്കിയത്. ഞാൻ അതിൻ്റെ വിശദമായ കണക്കുകളുണ്ട്. എല്ലാ കണക്കും പറഞ്ഞ് ഈ വൈകുന്നേരം നിങ്ങളെ കണക്ക് പഠിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ദേശീയപാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 45 മീറ്ററിൽ അതിവിശാലമായി വീതിയേറിയ ദേശീയപാത അതിവേഗം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. 2025 മാർച്ച് ആകുമ്പോഴേക്കും ദേശീയപാത നിർമ്മാണം പൂർത്തിയാവും എന്ന് ഈ ഗവൺമെന്റിന് വേണ്ടി ആത്മവിശ്വാസത്തോടു കൂടി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അതുണ്ടാക്കുന്ന മാറ്റം എന്തായിരിക്കും? കേരളത്തിന്റെ ഭാഗധേയത്തെ തന്നെ മാറ്റിവരയ്ക്കാൻ പോകുന്ന വൻകിട പദ്ധതിയാണ് ദേശീയപാത. എങ്ങനെ യാഥാർത്ഥ്യമായെന്ന് ഓർക്കണം. കേന്ദ്ര ഗവൺമെന്റ് 2016 ഉപേക്ഷിച്ചു പോയതാണ് ദേശീയപാത. സ്ഥലമെടുക്കലിനെതിരെ സമരം വന്നു. സമരം വന്നപ്പോൾ അന്നത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് ദേശീയപാത വികസിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. കേന്ദ്രം പറഞ്ഞു, ഇനി ഞങ്ങൾ തുടങ്ങണമെങ്കിൽ ചെലവിന്റെ 4/1 നിങ്ങൾ എടുക്കണം. ദേശീയപാത കേന്ദ്രത്തിൻ്റെതാണ്. ചെലവ് പൂർണ്ണമായും വഹിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. ഇന്ത്യയിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ചെലവ് പൂർണ്ണമായും വഹിക്കുന്നത് കേന്ദ്രമാണ്. പക്ഷെ കേരളത്തിന്റെ കാര്യം വന്നപ്പോൾ കേന്ദ്രം പറഞ്ഞു, ചെലവിന്റെ 4/1 നിങ്ങൾ വഹിക്കണം. കേന്ദ്രം കരുതിയത് ഇത്ര വലിയ തുക വഹിക്കണമെന്ന് പറഞ്ഞാൽ നാം ഉപേക്ഷിച്ചു പോകും എന്നാണ്. എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, ശരി, ആവശ്യം ഞങ്ങളുടേതാണ്, നടക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്, അതുകൊണ്ട് ചെലവിന്റെ 4/1 ഞങ്ങൾ വഹിക്കാം. എത്രയാണെന്നറിയോ? 5580 കോടി രൂപ. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തോടും കേന്ദ്രം ഇങ്ങനൊരു നിലപാടെടുത്തിട്ടില്ല. 5580 കോടി രൂപ കേരളം എണ്ണിക്കൊടുത്തു. കിഫ്ബിയിൽ നിന്ന് സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയായി. സമരം ചെയ്തവരെല്ലാം പിന്നെ വന്നു, ഞങ്ങളുടെ സ്ഥലം കൂടി ഏറ്റെടുക്കൂ. കാരണം എന്താ? അത്ര ഉയർന്ന നഷ്ടപരിഹാരം കിട്ടി. സമരം നടന്നിടത്തെല്ലാം സമാധാനപരമായിട്ട് സ്ഥലമേറ്റെടുത്തു. 45 മീറ്ററിൽ ദേശീയപാത നിർമ്മാണം നടക്കുകയാണ്. ഗെയിൽ പൈപ്പ് ലൈൻ ഉപേക്ഷിച്ചു പോയതാണ്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി വന്നു, ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായി. ഇപ്പൊ പണി പൂർത്തിയായി കഴിഞ്ഞല്ലോ. പണ്ടൊരാൾ വെല്ലുവിളിച്ചു, ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. കേരളത്തിലൊരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് വെല്ലുവിളിച്ചു, ഈ 2 കാര്യങ്ങൾ നടത്തി കാണിക്കാൻ കഴിയുമോ മുഖ്യമന്ത്രിക്ക് എന്ന്. 2016 മുഖ്യമന്ത്രി ആയപ്പോൾ ചോദിച്ചത് ദേശീയപാത വികസനവും അതുപോലെ ഗെയിലും നടത്തി കാണിച്ചാൽ ഞങ്ങൾ അംഗീകരിക്കാം. 2 നടത്തി കാണിച്ചല്ലോ കേരളത്തിൽ. 2 കാര്യങ്ങളും നടന്നു. അവിടെ അവസാനിക്കുന്നുണ്ടോ? ഇല്ല. ഇടമൺ കൊച്ചി പവർ ഹൈവേ ഉപേക്ഷിച്ചു പോയതാണ്, യാഥാർത്ഥ്യമായി. നവകേരള സദസ്സ് 2023 ഈ അങ്കണത്തിലേക്ക് കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാരോടൊപ്പം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നവംബർ 18 കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഡിസംബർ 24 തലസ്ഥാനത്ത് അവസാനിക്കുന്ന നവകേരള സദസ്സ് 100ഓളം വേദികൾ വിജയകരമായി പൂർത്തീകരിച്ച് ചങ്ങനാശ്ശേരിയുടെ മണ്ണിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നവകേരളത്തിന്റെ വിജയക്കുതിപ്പിന് ചുക്കാൻ പിടിച്ച ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ മറ്റ് മന്ത്രിമാരോടൊപ്പം ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനകേന്ദ്രീകൃത സർക്കാർ ഭരണത്തിന്റെ വിജയക്കുതിപ്പിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒപ്പത്തിനൊപ്പം നിന്ന് കേരള മന്ത്രിസഭ SB കോളേജ് അങ്കണത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ചങ്ങനാശ്ശേരിയുടെ പ്രിയങ്കരനായ MLA യും
ചങ്ങനാശ്ശേരി നിയോജക മണ്ഡല നവകേരള സദസ്സിന്റെ ചെയർമാനുമായ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ സാറിനൊപ്പം ഈ ജനകീയ മന്ത്രിസഭയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദരണീയനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം ബഹുമാനപ്പെട്ട ആന്റണി രാജു ഗതാഗത വകുപ്പ് മന്ത്രി വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തെ ചങ്ങനാശ്ശേരി നവകേരള സദസ്സിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പി രാജീവ് അവർകൾ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അഹമ്മദ് ദേവർകോവിൽ, ബഹുമാനപ്പെട്ട റിയാസ് സർ, പി പ്രസാദ്, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി, എല്ലാവരെയും ചങ്ങനാശ്ശേരിയുടെ മണ്ണിലേക്ക് നവകേരള സദസ്സിലേക്ക് ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നവകേരള സദസ്സ് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിന്റെ മണ്ണിലേക്ക് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി അവർകൾ, ശ്രീ സജി ചെറിയാൻ അവർകൾ, ശ്രീമതി ആർ ബിന്ദു അവർകൾ, ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അവർകൾ എന്നിവർ എത്തിച്ചേർന്നിരിക്കുന്നു. ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ നവകേരള സദസ്സ് ഒന്നായി ഏവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഈ മന്ത്രിസഭയോടൊപ്പം എത്തിച്ചേർന്നിരിക്കുകയാണ്. ചങ്ങനാശ്ശേരിയിലെ നവകേരള സദസ് 2023 വേദിയിലേക്ക് കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അവർകൾ ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ വികസന നോട്ടങ്ങൾ ബഹുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി സംഘടിക്കപ്പെടുന്ന നവകേരള സദസ് 2023 ചങ്ങനാശ്ശേരിയിലെ ഈ വേദിയിലേക്ക് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർകൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നവംബർ 18 കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഡിസംബർ 24 തലസ്ഥാനത്ത് അവസാനിക്കുന്ന നവകേരള സദസ്സ് 100ഓളം വേദികൾ വിജയകരമായി പൂർത്തീകരിച്ച് ചങ്ങനാശ്ശേരിയുടെ ചങ്കിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നവകേരളത്തിന് വിജയക്കുതിപ്പിന് ചുക്കാൻ പിടിച്ച് ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ മറ്റ് മന്ത്രിമാരോടൊപ്പം ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ജനകേന്ദ്രിത സർക്കാർ ഭരണത്തിന്റെ വിജയക്കുതിപ്പിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒപ്പത്തിനൊപ്പം നിന്ന് കേരള മന്ത്രിസഭ SB കോളേജ് അങ്കണത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ചങ്ങനാശ്ശേരിയുടെ പ്രിയങ്കരനായ MLAയും ചങ്ങനാശ്ശേരി നിയോജക മണ്ഡല നവകേരള സദസ്സിന് ചെയർമാനുമായ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ സാറിനൊപ്പം ഈ ജനകീയ മന്ത്രിസഭയെ ചങ്ങനാശ്ശേരി ഒന്നടങ്കം സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും SB കോളേജിന്റെ നിറഞ്ഞു കവിഞ്ഞ മൈതാനത്തെ ആവേശം കൊള്ളിച്ച് നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാനിനി ദീർഘമായി പ്രസംഗിക്കുന്നില്ല. പറഞ്ഞു വന്നത് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള സമാനതകളില്ലാത്ത ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. രാജ്യത്തിനാകെ മാതൃകയാവുന്ന, രാജ്യത്ത് മറ്റെവിടെയും നടപ്പാക്കിയിട്ടില്ലാത്ത കേരളത്തിന്റെ മാത്രം സവിശേഷതകളായ ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും രാജ്യത്താദ്യമായി നടപ്പാക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ചുമൊക്കെയാണ് പറഞ്ഞത്. ഇനി ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. അത് ഇതെല്ലാം നടപ്പാക്കുന്നത് ഏത് സാഹചര്യത്തിൽ, അതാണ് ഏറ്റവും പ്രധാനം. ഈ പറഞ്ഞ വിശദീകരിച്ച ആയിരക്കണക്കിന് കോടി രൂപയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ ഇതെല്ലാം നടപ്പാക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്? രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു സംസ്ഥാന ഗവൺമെന്റിനും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത, താരതമ്യമില്ലാത്ത ശത്രുതയും പ്രതികാര ബുദ്ധിയും പ്രകടിപ്പിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിന്റെ ഞെരുക്കലിനെ അതിജീവിച്ചുകൊണ്ടാണ്, ശ്വാസം മുട്ടിക്കലിനെ അതിജീവിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ ഇപ്പൊ വിശദീകരിച്ച് ഈ കാര്യങ്ങളെല്ലാം കേരളത്തിൽ ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോ ഇന്നത്തെ മലയാള മനോരമ പ്രസിദ്ധീകരിച്ചൊരു കണക്ക് മാത്രം പറയാം.
ഇങ്ങനെ അപൂർവമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ വേറൊരു റിപ്പോർട്ടിന്റെ കൂട്ടത്തിലാണ് എങ്കിലും അപൂർവമായിട്ട് ചിലപ്പോൾ വസ്തുതകളങ്ങ് പറഞ്ഞു പോവാറുണ്ട്. അങ്ങനെ പറഞ്ഞു പോയൊരു കണക്കാണ്. എന്താണ്? കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതം 2021-22 57,302 കോടി രൂപ, 2022-23 46,490 കോടി രൂപ. അപ്പൊ തന്നെ എത്ര കുറഞ്ഞു? 14,000-ഓളം കോടി കുറഞ്ഞു. 2021-22 നിന്ന് 2022-23 എത്തിയപ്പോൾ 14,000 കോടി കുറഞ്ഞു. 2023-24 നടപ്പ് വർഷം എത്രയാണ്? 39,216 കോടി. അപ്പൊ കുറഞ്ഞത് എത്ര? 18,000 കോടിയിലധികം കുറഞ്ഞു. ഇത് നികുതി വിഹിതത്തിന്റെ കാര്യമാണ്. നികുതി മാത്രമല്ല, നികുതിയും ഗ്രാൻഡും ചേർന്നാണ്. എത്രയാണ് കേരളത്തിന് കൊല്ലം മാത്രം ആകെ ഉണ്ടായ കുറവ്? ആകെ ഉണ്ടായ ഇത് നികുതിയും ഗ്രാൻഡും മാത്രമാണ്. കുറവ് 57,400 കോടിയാണ്. ഏതെല്ലാം ഇനത്തിലാണ് കുറവുണ്ടായത്? 18,000 കോടി രൂപ കുറഞ്ഞത് നികുതി വിഹിതത്തിലാണ്. 19,400 കോടി രൂപ കുറഞ്ഞത് വായ്പാ പരിധി വെട്ടിച്ചുരുക്കിയ ഇനത്തിലാണ്. 19,400 കോടി. രണ്ടും കൂടി ആയാൽ എത്ര? 37,400 കോടി. 8,000 കോടി കുറഞ്ഞത് നമ്മുടെ റവന്യൂ കമ്മി ഗ്രാൻഡ് ഇനത്തിലാണ്. അപ്പൊ 37,400 പ്ലസ് 8,000 45,400. 12,000 കോടി രൂപ കേന്ദ്രം കുറച്ചത് GST നഷ്ടപരിഹാരം നിർത്തലാക്കിയ വകയിലാണ്. 45,400 പ്ലസ് 12 57,400 കോടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് ഇത് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു ഗവൺമെന്റാണ് ഇങ്ങനെ ഒരു സാഹചര്യം നേരിട്ടത് എങ്കിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? ആ ഗവൺമെന്റ് ഇല്ലാതായിട്ടുണ്ടാവും. ആ സംസ്ഥാനം കുത്തുപാളയെടുത്തിട്ടുണ്ടാവും. അത്ര വലിയ കെടുതി കേരളത്തിന് മേൽ അടിച്ചേൽപ്പിച്ചിട്ടും കേരളം ഇപ്പോഴും വീണു പോകാതെ നട്ടലിൽ നിവർന്ന് തല ഉയർത്തി നിൽക്കുകയാണ്. കാരണം ഈ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന LDF സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ അസാമാന്യമായ നിശ്ചയദാർഢ്യവും കൂട്ടായ പ്രവർത്തനത്തിന്റെയും മികച്ച പ്രവർത്തനത്തിന്റെയും ഫലമായിട്ടാണത്. ഒരു ഗവൺമെന്റ് കേരളത്തിലുണ്ട്, കരുത്തുറ്റൊരു ഗവൺമെന്റ് ഉണ്ട് എന്നതുകൊണ്ടാണ് 57,400 കോടി രൂപ കണ്ണിൽ ചോരയില്ലാതെ ഒറ്റ കൊല്ലം ഈ കേന്ദ്ര സർക്കാർ വെട്ടിച്ചുരുക്കിയിട്ടും കേരളം എങ്ങനെ നിൽക്കുന്നത്. അപ്പോ 1-2 മാസം പെൻഷൻ ചിലപ്പോൾ വൈകും. 57,400 കോടി വെട്ടിച്ചുരുക്കിയിട്ട് പെൻഷൻ 1-2 മാസം വൈകലല്ലേ ഉണ്ടായിട്ടുള്ളൂ. 18 മാസത്തെ കുടിശ്ശിക വന്നിട്ടില്ലല്ലോ. 57,400 കോടി വെട്ടിച്ചുരുക്കുമ്പോൾ ചിലപ്പോൾ DA കൊടുക്കുന്നത് തൽക്കാലം മാറ്റിവെക്കേണ്ടി വരും. പക്ഷെ ശമ്പളം മുടങ്ങാതെ കിട്ടുന്നു ഓർക്കണം. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. അക്ഷരമാലാക്രമത്തിലാണ് ശമ്പളം കൊടുക്കുന്നത്. അക്ഷരമാലാക്രമത്തിൽ ആദ്യത്തെ മാസം A എന്ന പേര് അക്ഷരത്തിൽ തുടങ്ങുന്നവർക്ക്, പിന്നെ B എന്ന പേരിൽ തുടങ്ങുന്നവർക്ക്. അപ്പൊ വാസവൻ എന്നൊക്കെ പറഞ്ഞ V ആണ്. ശമ്പളം കിട്ടാൻ കുറെ കാത്തിരിക്കേണ്ടി വരും. കാരണം A യിൽ നിന്നാ തുടങ്ങുക. അങ്ങനെയാണ് അക്ഷരമാലാക്രമത്തിലെ പലയിടത്തും കൊടുക്കുന്നത്. ഇവിടെ ശമ്പളം മുടക്കമില്ലാതെ കൊടുക്കുന്നു. അപ്പൊ DA കുറച്ച് കാലതാമസം വരും. നമ്മുടെ ലൈഫ് ലിസ്റ്റിൽ ഇനി അവർക്കാകെ കൊടുക്കണമെങ്കിൽ 24,000 കോടി മതി. കേന്ദ്ര ഇക്കൊല്ലം മാത്രം വെട്ടിച്ചുരുക്കിയത് 57,400 കോടിയാണ്. അപ്പോഴാണ് നമുക്കിതിന്റെ ആഴം മനസ്സിലാവുക. എത്ര വലിയൊരു ആക്രമണമാണ് കേരളത്തിനെതിരെ സാമ്പത്തികമായി നടത്തുന്നത് എന്ന് മനസ്സിലാവുക. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത് കേരളത്തോട് ചെയ്യുമ്പോൾ ഇതേ സമീപനമല്ല മറ്റ് സംസ്ഥാനങ്ങളോട്. ഇപ്പൊ കേരളത്തിൽ നിന്ന് നികുതിയായി പിരിക്കുന്ന തുക 1 രൂപ കേരളത്തിൽ നിന്ന് കേന്ദ്രം പിരിച്ചാൽ, കേന്ദ്രം ഇവിടെ നിന്ന് 1 രൂപ പിരിച്ചാൽ 46 പൈസയെ തിരിച്ചു തരുന്നത്. UP-യിൽ നിന്ന് 1 രൂപ നികുതി പിരിച്ചാൽ 2 രൂപ 44 പൈസ അവർക്ക് കൊടുക്കും. ഇതാണ് വിവേചനം എന്ന് പറയുന്നത്. ആ വിവേചനം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ, ജനങ്ങളെയാകെ അണിനിരത്തി കേന്ദ്രത്തിന്റെ ഈ ശത്രുതയും പകയും തിരുത്തിക്കാൻ വേണ്ടിയാണ് നവകേരള സദസ്സ് ഗവൺമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നവകേരള സദസ്സ് ചങ്ങനാശ്ശേരിയിൽ മാത്രമല്ല, കേരളത്തിലാകെ കണ്ട കാഴ്ച ജനങ്ങൾ ഒഴുകിയെത്തുന്നതാണ്. ചങ്ങനാശ്ശേരിയിലെ ഈ വലിയ
SB കോളേജിന്റെ മൈതാനത്തേക്ക് ഒഴുകിയെത്തിയ ആയിരക്കണക്കിന് ആളുകളെ കേരളത്തിലെ LDF സർക്കാരിന് വേണ്ടി സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.